അന്തരീക്ഷ താപനില വർദ്ധിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതം സമുദ്രത്തിന്റെ പരിസ്ഥിതിയെയും ബാധിക്കുകയാണ്. സമുദ്ര സമ്പത്തിനെയും മേഖലയെ ആശ്രയിച്ചു കഴിയുന്ന തൊഴിലാളികളെയും കാലാവസ്ഥാ വ്യതിയാനം പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. ഭൂമിയാകെ ചുട്ടുപൊള്ളുമ്പോൾ സമുദ്രത്തിന്റെ ജൈവമേഖലയിലും അത് വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുകയാണ്. മത്സ്യസമ്പത്തിലും വലിയ കുറവുണ്ടെന്നാണ് മത്സ്യത്തൊഴിലാളികൾ തന്നെ നമ്മളോട് പറയുന്നത്. സമുദ്രോപരിതലത്തിലെ വായുവിൻ്റെ ചൂടുമൂലമാണ് താപതരംഗം ഉണ്ടാകുന്നത്. ആഗോള താപനവും എൽനിനോ പോലെയുള്ള കാലാവസ്ഥാ പ്രതിഭാസങ്ങളും ഇവയുടെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിൽ കഴിഞ്ഞ വർഷം ഇതേ സമയം രേഖപ്പെടുത്തിയ അന്തരീക്ഷ താപനിലയിൽ 15% വരെ വർധനവുണ്ടായതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇതിലൂടെ മത്സ്യസമ്പത്തിൻ്റെ ലഭ്യത കുറയുന്നതായും സമുദ്രത്തിൻ്റെ പരിസ്ഥിതിക്ക് കോട്ടം സംഭവിക്കുന്നതായും മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വെള്ളം ചൂട് കുടിച്ചുകൊണ്ട് മീനെല്ലാം മേലോട്ട് പോവാണ്. കരക്കേക്ക് മീൻ ഇറങ്ങുന്നില്ല. അപ്പോൾ വെള്ളം ഓവർ ചൂടാണ്. ചൂടായതുകൊണ്ട് ഇപ്പം മീൻ കുറഞ്ഞുകൊണ്ട് പോകും. ഇനി വെള്ളം മഴ പെയ്ത് വെള്ളം തണുത്ത് കഴിഞ്ഞാലേ മീനും പണികൾ ഉണ്ടാവുള്ളൂ. ചൂട് കൂടിയതിനും കൂടെ പണിയെടുക്കാൻ വരെ പറ്റും. ഇത് കണ്ട് ചൂടൊക്കെ പൊന്തിയിട്ട് ഒന്നായിട്ട് പണിയായിരിക്കണം. ചൂട് കൂടി വരാം. സമുദ്ര സമ്പത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ കരയിലുള്ളവരെയും ബാധിക്കും. വർദ്ധിക്കുന്ന താപം കാരണമുണ്ടാകുന്ന ക്യൂമുലോനിംബസ് മഴവേഗങ്ങൾ അതിതീവ്ര മഴയ്ക്ക് വഴിവെക്കും. കൂടാതെ കരയിലേക്ക് ചൂടുകാറ്റിൻ്റെ പ്രവാഹവും ഉണ്ടാവും. പ്രകൃതിയെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിനെയെല്ലാം പ്രതിരോധിക്കാനുള്ള ഏക പോംവഴി. ക്യാമറാമാൻ ശൈലേഷ് കല്ലേക്കൊപ്പം PJ അരുൺ, കൈരളി ന്യൂസ്, കോഴിക്കോട്.